ഈ വിഴിഞ്ഞം പോർട്ടിൻ്റെ ഭാവി എങ്ങനെയായിരിക്കും ഇവർ വന്നാൽ, ഗുണമാണോ ദോഷമാണോ? അതിനാണ് എംപവേർഡ് കമ്മിറ്റിക്ക് അത് പഠിക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്നത്. വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തന്നെ ആ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ എംപവേർഡ് കമ്മിറ്റിക്ക് ഉള്ള ഊന്നൽ ഏത് ദിശയിലാണ് എന്ന് വ്യക്തമാകുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് അതിനകത്തുണ്ട് എന്നാണ് ഞാനിപ്പോൾ സൂചിപ്പിച്ചത്. അത് ഡിസ്പ്യൂട്ട് ചെയ്യാം, അതിനെ അങ്ങനെയല്ല എന്ന് വേണമെങ്കിൽ വാദിക്കാം. പക്ഷേ അങ്ങനെ ഒരു തോന്നൽ പ്രബലമായി വരും വിധത്തിലേക്ക് അദ്ദേഹം അതിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിനി പറഞ്ഞു പോയതാണോ, വിശദീകരിച്ചതിനിടയിൽ സംഭവിച്ചു പോയതാണോ എന്നറിയില്ല. പക്ഷേ ആ ഒരു തോന്നൽ എംപവേർഡ് കമ്മിറ്റി എന്തിനാണ് വെച്ചിരിക്കുന്നത് എന്ന് അദ്ദേഹം തന്നെ വെളിപ്പെടുത്തുകയല്ലേ, സർക്കാരിൻ്റെ താല്പര്യം വെളിപ്പെടുകയല്ലേ? ശരത്തെ അവസാനത്തതൊന്നും കേട്ടില്ല, ഞാൻ വരാം, താങ്കളിലേക്ക് വരാം. നമ്മൾ പറയണമെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ പറയാം. അതായത് നമ്മളങ്ങനെ ഒരു ഊഹം വെക്കണമെങ്കിൽ അങ്ങനെ തന്നെ പറയാം. കാരണം കേൾക്കാമോ ശരത്ത്? കേൾക്കാം. ഇവർ വന്നാൽ നമ്മളൊരു ഊഹം വെക്കണമെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ്. ഇതുമായി ബന്ധപ്പെട്ട് വിഴിഞ്ഞത്തെ അദാനി വിഴിഞ്ഞം പോർട്ട് ലിമിറ്റഡിൻ്റെ ഓഹരി വിറ്റഴിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ MSCയുമായി, മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുമായി നടക്കുന്നുണ്ട്. അത് കുറച്ച് കാലമായി നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഇതുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു 3 മാസം മുമ്പെങ്കിലും എന്നോട് ഇതുമായി ബന്ധപ്പെട്ട ഒരാൾ പറഞ്ഞു. അപ്പോൾ അത് വളരെ നാച്ചുറലാണ്. എനിക്കതിൻ്റെ അകത്ത് അതിശയം തോന്നിയത് 25% അപ്പുറത്തേക്ക് 49% പോകും എന്ന് പറഞ്ഞിട്ട് മാത്രമേ ഒരു അതിശയമുള്ളൂ. അതല്ലെങ്കിൽ അത് വളരെ സ്വാഭാവികമായിട്ട് നടക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണെന്നാണ് ഞാൻ വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ട് അത് അദ്ദേഹം അറിഞ്ഞിട്ടില്ല എന്നുള്ളതോ ഇത് നടക്കില്ല എന്നുള്ളത് നമ്മൾ കണക്കാക്കേണ്ടതില്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത് എന്ന് അദ്ദേഹം ചോദിക്കുമ്പം അതിൻ്റെ അകത്ത് അദ്ദേഹം ഉത്തരം പറയേണ്ട ചോദ്യം, ഇതിപ്പം നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്ന് മനസ്സിലാക്കിയത് MSC അല്ല, MSCക്ക് ഓഹരി MSCയുടെ 100% ഓഹരി സാന്നിധ്യമുള്ള 100% സബ്സിഡിയറി ആയിട്ടുള്ള ഒരു കമ്പനി, ആ കമ്പനിയുടെ ഒരു സബ്സിഡിയറി, ആ സബ്സിഡിയറിയിൽ ആഗോള കുത്തക മൂലധനം എന്ന് നമ്മുടെ നാട്ടിൽ പറയാവുന്ന ബ്ലാക്ക് റോക്ക് അവരും MSCയും കൂടെ നിയന്ത്രിക്കുന്ന ഒരു കമ്പനിക്കാണ് വിഴിഞ്ഞത്തിൻ്റെ നിയന്ത്രണാവകാശം, വിഴിഞ്ഞത്തെ ഈ 49% പോകാൻ വേണ്ടി പോകുന്നത്. ചുരുക്കം പറഞ്ഞാൽ ഈ ചോദ്യമാണ് ശ്രീ VD സതീശൻ സ്വയം നെഹ്റുവിയൻ സോഷ്യലിസ്റ്റാണ് എന്ന് പറഞ്ഞ് കേരളത്തിലെ മനുഷ്യരെ അങ്ങനെ വിശ്വസിപ്പിച്ച് വോട്ട് വാങ്ങി അധികാരത്തിൽ വന്ന ശ്രീ VD സതീശൻ കേരളത്തിലെ മനുഷ്യരോട് പറയേണ്ടിയിരിക്കുന്ന കാര്യം, ഈ 13 ട്രില്യൺ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ മൊത്തം GDPയുടെ 3 ഇരട്ടി അത്രയും വരുന്ന പണം കൈകാര്യം ചെയ്യുന്ന, അത്രയും വലിയ അസറ്റ് കൈകാര്യം ചെയ്യുന്ന, ലോകത്തിലെ പല തന്ത്രപ്രധാന ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുകളിലെ നിയന്ത്രണാധികാരമുള്ള, ഫൈനാൻസ് ക്യാപിറ്റലിൽ ലോകത്തിലെ 1ാം നമ്പർ കമ്പനിയായിട്ടുള്ള ബ്ലാക്ക് റോക്കിൻ്റെ കയ്യിലേക്ക് വിഴിഞ്ഞം എന്ന് പറയുന്ന ഉമ്മൻചാണ്ടിയുടെ സ്വപ്നം, ഇടതുപക്ഷ സർക്കാരിൻ്റെ സ്വപ്നം, കേരളീയരുടെ മൊത്തം സ്വപ്നം എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന ഈ പദ്ധതിയുടെ നിയന്ത്രണാവകാശം, നടത്തിപ്പവകാശം ഈ കമ്പനിയുടെ കയ്യിലേക്ക് പോകേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യത്തിലാണ് ഈ നെഹ്റുവിയൻ സോഷ്യലിസ്റ്റായ ശ്രീ സതീശൻ മറുപടി പറയേണ്ടത്. അവിടെയാണ് ഈ നമ്മൾക്ക് വായിൽ വരുന്ന സ്വയം നമുക്കിഷ്ടമുള്ള വിശേഷണങ്ങളൊക്കെ നമ്മൾ സ്വയം ഏറ്റുപിടിക്കുകയും പിന്നീട് അതുമായി ബന്ധപ്പെട്ട ആ പറയുന്നതിൻ്റെ ഗൗരവം എന്താണ് എന്ന് പിന്നീട് എപ്പോഴെങ്കിലും മനസ്സിലാക്കുകയും ചെയ്യുന്നു. വിഴിഞ്ഞത്ത് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ സിമ്പിളായിട്ടുള്ള അദ്ദേഹത്തോട് തിരിച്ചുള്ള ചോദ്യം, എങ്ങനെയാണ് ഇത്രയും വലിയൊരു കുത്തക കമ്പനിക്ക് ഇവിടെ LDF ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ കാരണം അവർക്ക് ഇത് പ്രോജക്റ്റ് ഓണായി കഴിഞ്ഞാൽ ഒരു വർഷത്തിലുള്ള അവർക്ക് സ്റ്റേക്ക് ഡൈല്യൂട്ട് ചെയ്യാം, അവർക്ക് ഓഹരി വിൽക്കാം. എന്തുകൊണ്ടാണ് LDFൻ്റെ സമയത്ത് ഇത് വരാതിരുന്നത്? എന്തുകൊണ്ടാണ് ഈ എൻ്റെ സ്വപ്ന വിഷയമാണ് കേരളം മുഴുവൻ ഒരു പോർട്ട് സിറ്റി ആക്കണം എന്നുള്ള സ്വപ്നവുമായി നടക്കുന്ന മുഖ്യമന്ത്രിയുടെ മുമ്പിലേക്ക് ഈ അദാനിയുടെ ഓഹരി ഇത്ര വൻതോതിൽ, അതായത് അതിൻ്റെ കരാറിൻ്റെ അപ്പുറത്തേക്ക് പോയിട്ടുള്ള ഓഹരി വിൽക്കാൻ അവർക്ക് എങ്ങനെ ധൈര്യം വന്നു എന്നുള്ള ചോദ്യത്തിനാണ് അദ്ദേഹം ഉത്തരം പറയേണ്ടത്. അങ്ങനെ ഓഹരി വിൽക്കുമ്പോൾ അദ്ദേഹം അനുവാദം കൊടുക്കുകയാണ് എങ്കിൽ, അദ്ദേഹത്തിൻ്റെ സർക്കാർ അനുവാദം കൊടുക്കുക
കൊടുക്കുകയാണ് എങ്കിൽ യഥാർത്ഥ ഇടതുപക്ഷം എന്ന് അവകാശപ്പെടുന്ന ശ്രീ വി ഡി സതീശൻ്റെ, നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് എന്ന് അവകാശപ്പെടുന്ന ശ്രീ വി ഡി സതീശൻ്റെ സർക്കാർ ഈ ഓഹരി ട്രാൻസാക്ഷനും അനുവാദം കൊടുക്കരുത് എന്നുള്ള അഭിപ്രായക്കാരനല്ല കേട്ടോ ഞാൻ. സത്യത്തിൽ അവിടെ MSc വരണം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. വല്ലാർപാടത്ത് അങ്ങനത്തെ ഒരു കമ്പനി ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് പക്ഷേ ഇതിൻ്റെ കൺട്രോൾ, അത് 49% എന്ന് പറയുമ്പം അതിൻ്റെ പ്രാക്ടിക്കൽ കൺട്രോളുണ്ട്. അതിൻ്റെ അകത്ത് ഈ കരാറിൻ്റെ അകത്ത് തന്നെ പറഞ്ഞിരിക്കുന്നത് പോലെ നാഷണൽ സെക്യൂരിറ്റി എലമെൻ്റ് ഉണ്ട്, പൊതു താല്പര്യം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇതും അദ്ദേഹത്തിൻ്റെ കമ്മിറ്റ്മെൻറ്റും നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് അദ്ദേഹം സ്വയം എടുത്തെളിഞ്ഞിരിക്കുന്ന തലപ്പാവും ഈ വിശേഷണങ്ങളെല്ലാം കൂടി അദ്ദേഹത്തിൻ്റെ തീരുമാനം എന്താണ് എന്ന് കേരളത്തോട് പറഞ്ഞാൽ മതി. അതിൽ കൂടുതലൊന്നും അദ്ദേഹത്തിന് പ്രതീക്ഷിക്കുന്നില്ല. ഈ എന്താണ് അദ്ദേഹം നേരത്തെ പറഞ്ഞു വെച്ചത്, ഈ സ്വപ്ന പദ്ധതി എന്ന് അദ്ദേഹം പറയുമ്പം, അദ്ദേഹത്തിൻ്റെ കേരളം മുഴുവൻ പോർട്ട് സിറ്റി ആക്കണം എന്ന് പറയുമ്പം, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റ്, ലോകത്തിലെ ഏറ്റവും വലിയൊരു കുത്തക കമ്പനിയുടെ നിയന്ത്രണാവകാശത്തിലേക്ക് പോകാൻ വേണ്ടി അദ്ദേഹം കൈവെക്കുമോ? അത് മാത്രം പറഞ്ഞാൽ മതി. അതല്ലെങ്കിൽ ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രിക്ക് അത് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. കോൺഗ്രസ്സുകാർ അത് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലെ പിന്നെ പല തുറമുഖങ്ങളും സ്വകാര്യ മേഖലയും കോൺഗ്രസ് കൂടി ചെയ്തിട്ട് തന്നെയാണ്. പക്ഷേ KJ, അങ്ങനെയാണെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ അവിടെ വി ഡി സതീശൻ എന്ന മുഖ്യമന്ത്രി നേരിടുന്നില്ലേ? അദാനിയെ സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിൻ്റെ കാഴ്ചപ്പാട് എന്താണ്? രാഹുൽ ഗാന്ധിയുടെ നിലപാടെന്താണ്? ഈ കോണ്ടെക്സ്റ്റിൽ തന്നെ ACC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KC വേണുഗോപാൽ പറഞ്ഞത്, അദാനിയോട് പറഞ്ഞത്, നിങ്ങൾ എന്താണ് വിചാരിച്ചത്, കേരളത്തിൽ നിങ്ങൾ സൂപ്പർ സർക്കാരാകണ്ട എന്നല്ലേ പറഞ്ഞത്? കാരണം നിങ്ങൾ BJP ഭരിക്കുന്നിടത്ത് അങ്ങനെയായിരിക്കും, പക്ഷേ ഇവിടെ അത് വേണ്ട എന്ന് KC വേണുഗോപാലും ഹൈക്കമാൻഡും പറയുന്ന ഇടത്ത് ഈ പാറ്റേണിൽ വി ഡി സതീശൻ മുന്നോട്ട് പോയാൽ അദ്ദേഹം നേരിടുന്നൊരു രാഷ്ട്രീയ ചോദ്യം അതിനകത്തില്ലേ? അതുണ്ട്. അതിൽ എനിക്ക് തോന്നുന്ന കോൺഗ്രസ് നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ശ്രീ സതീശൻ്റെ അടുത്ത് ഉണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിൻ്റെ അകത്ത് അദാനിയുമായി എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്നത് ശ്രീ ഉമ്മൻചാണ്ടിയാണ്. അതിൽ ശ്രീ സതീശന് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. പിന്നെ എന്താണ് സതീശൻ ചെയ്യേണ്ടത്? കോൺഗ്രസിൻ്റെ നിലപാടനുസരിച്ച് അദാനിയുടെ സ്റ്റേക്ക് വേറൊരു മൾട്ടിനാഷണൽ കമ്പനിക്ക് വിൽക്കുന്ന കേസാണ്. അദാനിയെ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യുക അല്ല ചെയ്യുന്നത്. സംശയമുണ്ടോ? കാരണം 2500 കോടി മുടക്കിയ അദാനിക്ക് 13,000 കോടിയുടെ ഒരു വിൽപ്പന സാധ്യമാക്കി കൊടുക്കും വിധത്തിലേക്ക് പെരുമാറിയ, സഹായകരമായി പ്രവർത്തിച്ച ഒരു കോൺഗ്രസ് സർക്കാർ എന്ന ആ ലേബലും കൂടി അങ്ങ് ഏറ്റെടുത്താൽ മതി. അതാ ഈ നെഹ്റുവിൻ സോഷ്യലിസ്റ്റ് എന്ന് പറയുന്ന സതീശൻ, യഥാർത്ഥ ഇടതുപക്ഷം എന്ന് പറയുന്ന സതീശന് മാത്രമല്ല, UDF-ൽ 5 ഇടതുപക്ഷ കക്ഷികളുണ്ടെന്നാണ് പറഞ്ഞത്. 5 ഇടതുപക്ഷ കക്ഷികൾ UDF-ലുണ്ട്. ഇവരൊക്കെ ഈ ബ്ലാക്ക് റോക്കിൻ്റെ കയ്യിലേക്ക് ഈ വിഴിഞ്ഞത്തിൻ്റെ നിയന്ത്രണം പോണോ എന്നുള്ളതിനെക്കുറിച്ച് ഇവരൊക്കെ നേരുന്ന മലയാളികളോട് വിശദീകരിച്ചാൽ മതി. നമുക്കതിനകത്ത് പ്രത്യേകിച്ച് സ്റ്റേക്കൊന്നുമില്ല. നമുക്ക് അത് സംസ്ഥാനത്തിന് ഉത്തമ താല്പര്യങ്ങൾ അവർ പരിഗണിക്കും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ വിശ്വാസം. പക്ഷേ ഈ വർത്തമാനം പറച്ചിലുണ്ടല്ലോ, ഞങ്ങളാണ് യഥാർത്ഥ ഇടതുപക്ഷം, ഞങ്ങളാണ് നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് എന്ന് പറയുന്ന വർത്തമാനം എത്രത്തോളം ശരിയാണ് എന്നുള്ളത് ഈ ഒരു ഡീലിൽ നമ്മൾ അവിടെ അന്നേരം ഉത്തരം പറഞ്ഞാൽ മതി. ഇപ്പം പ്രത്യേകിച്ച് അദ്ദേഹം ഉത്തരവൊന്നും പറയേണ്ടതില്ല, അപ്പോൾ പറഞ്ഞാൽ മതി. റൈറ്റ്, അതൊരു ഡീലായി തന്നെ മാറുന്നു എന്നത് നാൾക്ക് നാൾ പ്രബലമാവുകയാണ്. ഇപ്പോൾ അദാനി VDS കൂട്ടുകെട്ട് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അതിലൊരു പ്രധാനപ്പെട്ട ടൂളായി ഒരുപക്ഷേ എംപവേർഡ് കമ്മിറ്റി ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ളത് മാറിയേക്കാം എന്നുള്ളിടത്താണ് കേരളം ഇന്ന് നിൽക്കുന്നത്. അല്ലെങ്കിൽ അത് അഡ്വക്കേറ്റ് ജനറലിൻ്റെ നിയമോപദേശം തേടി നിയമപരമായ കരാറിൽ നിന്നുകൊണ്ട് പോകേണ്ട വഴികളിലേക്ക് പോകാതെ ഒരു അതൃപ്തി അറിയിച്ചുകൊണ്ടുള്ളൊരു കത്തിനപ്പുറത്തേക്ക് പോയിട്ടില്ല. ഞാനതാണ് വീണ്ടും സ്പെസിഫിക്കായി പറയുന്നു. ചില കേന്ദ്രങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള വളരെ ചർച്ചകളിലും വന്നിട്ടില്ല എന്ന് പലരും അത്ഭുതത്തോടെ പറയുന്നത് കേട്ടു. യഥാർത്ഥത്തിൽ സംസ്ഥാന സർക്കാർ രജിസ്ട്രാർ ഓഫ് കമ്പനീസിനാണ് ഈ കാര്യം കാണിച്ച് പ്രയർ സാങ്ഷൻ ഇല്ലാതെ ഈ നീക്കങ്ങളൊക്കെ ഈ കമ്പനി നടത്തിയിരിക്കുന്നു, ലിസ്റ്റ് ചെയ്യപ്പെട്ട കമ്പനിയാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ എന്ന ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് സർക്കാരിന് പോകാമായിരുന്നു. അതും സർക്കാർ ചെയ്തിട്ടില്ല. എന്നാൽ ഈ എംപവേർഡ് കമ്മിറ്റി ഈ പറഞ്ഞ ഡീലിനും കൂട്ടുകെട്ടിനും ഒരു ടൂളായി മാറുകയാണോ? മുഖ്യമന്ത്രി ഈ പറഞ്ഞതുപോലെ അവർ വന്നാൽ നേട്ടം എന്താണ് എന്ന് ജനങ്ങളോട് വിശദീകരിക്കാൻ കഴിയുന്ന ഒരു ക്യാപ്സൂൾ ഉണ്ടാക്കാനാണോ ഈ എംപവേർഡ് കമ്മിറ്റി എന്നുള്ളതാണ്. AG മാറുന്നു, അല്ലെങ്കിൽ AG ആരെന്നുള്ളതല്ല, ആ നിയമപരമായ ലീഗൽ ഇൻസ്പെക്ഷന് പകരം ഈ വഴി തിരഞ്ഞെടുക്കുന്നു. രണ്ടാമതൊന്നുകൂടി അദ്ദേഹത്തിൻ്റെ ആ വാക്യത്തിൻ്റെ ഒടുവിലുണ്ട്, ഇതൊക്കെ പരിശോധിച്ചാലും കേന്ദ്രത്തിൻ്റെ സാങ്ഷൻ
വാങ്ങിക്കൊണ്ടുവരണം, സാങ്ഷൻ കിട്ടണം, അതിനുശേഷമേ സംസ്ഥാന സർക്കാർ. അതിലും ഒരുപക്ഷെ അദ്ദേഹത്തിന് കോൺഫിഡൻസ് ഉണ്ടാകാം. കാരണം അപ്പുറത്ത് അദാനിയാണ്, കേന്ദ്രത്തിൻ്റെ അനുമതി വാങ്ങേണ്ടതുണ്ട്. അതുകൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ എന്തു ചെയ്യാനാണ് എന്ന നിലയിൽ കൂടി ഇക്കാര്യത്തിൽ ഈ ഓഹരി വിൽപ്പനയെ സാധൂകരിക്കാം എന്നാകാം ഒരു പക്ഷേ അദ്ദേഹം കണക്ക് കൂട്ടുന്നത് എന്ന് തോന്നുന്നു.